തിരച്ചിലിൻ്റെ മുഴുവൻ ചിലവും വഹിച്ചത് കർണാടക സർക്കാരാണ് എന്നതിൽ അർജുൻ്റെ കുടുംബത്തിനു വേണ്ടി നമ്മൾ കർണാടക സർക്കാരിനോട് നന്ദി പറയുക കൂടി ചെയ്യുന്നു. ഷിരൂരിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ ട്രക്കിലെ മരത്തടികൾ കണ്ടെത്തിയത് തെരച്ചിലിൽ ഏറെ നിർണായകമായിരുന്നു. ഒരു വീടിന് മുന്നിൽ കൂട്ടിയിട്ട മരത്തടികൾ അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിലുണ്ടായിരുന്നതാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചു. റിപ്പോർട്ടർ TV പുറത്തുവിട്ടത് നിർണായകമായ വഴിത്തിരിവായി. അർജുൻ്റെ ട്രക്ക് ഗംഗാവലിപ്പുഴയിലുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചത് ഈ മാർക്കു ചെയ്തിരുന്ന തടിക്കഷ്ണങ്ങൾ ഗംഗാവലിപ്പുഴയുടെ മറുകരയിലുള്ള ഗ്രാമത്തിൽ കണ്ടെത്തിയതോടുകൂടിയാണ്. ഈ ദൗത്യത്തിലെ നിർണായകമായ മറ്റൊരു വഴിത്തിരിവ് സൈന്യത്തിൽ നിന്നായിരുന്നു. കരയിൽ ലോറി ഇല്ല എന്ന കാര്യം സൈന്യമാണ് സ്ഥിരീകരിച്ചത്. റഡാറിൽ സിഗ്നൽ ലഭിച്ച 3 പരിശോധന നടത്തിയെങ്കിലും ലോറി കണ്ടെത്താനായില്ല. തുടർന്നായിരുന്നു പരിശോധന ഗംഗാവലിപ്പുഴയിലേക്ക് മാറ്റിയത്. അർജുനെ കണ്ടെത്താനാകാതെ വന്നതോടെ വൈകാരികമായ അന്തരീക്ഷമായിരുന്നു കുടുംബത്തിൻ്റേത്. ഒരു മനുഷ്യന് ഇത്ര വിലയേ ഉള്ളൂ എന്നും അർജുൻ്റെ അമ്മ ചോദിക്കുന്നത് കേട്ട് കേരളം തല കുമ്പിട്ടു തന്നെയിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകളും ഞങ്ങൾ 3 ആളിലും ഒരുപോലെ പോകും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താൽ ഓൻ വിളിക്കാൻ പറ്റിയില്ല. രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ടാവും. എൻ്റെ ഫോണെടുത്ത് നോക്കി അങ്ങ് കാണാം. ഈ വൈകാരികമായ സമ്മർദ്ദം എൻ്റെ മോനെ അവിടുന്ന് ഓരോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളൂ. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുമോയെന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടാവും വീട്ടുകാരെത്രത്തോളം വിഷമിക്കുന്നതെന്ന്. പിന്നെ അവൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ളതിൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്ന ദിവസമായിരുന്നില്ല, 71 ദിവസങ്ങളാണ്. 71ാമത്തെ ദിവസമാണ് ആ അമ്മയുടെ ചോദ്യത്തിനുത്തരം ഗംഗാവലിപ്പുഴ കൊടുത്തത്. അർജുൻ കല്യാട് നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മുടെ പല റിപ്പോർട്ടർമാരും അവിടെ ഉണ്ടായിരുന്നു. മുബഷീർ ഉണ്ടായിരുന്നു, ദീപക് മലയമ്മയുണ്ടായിരുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഒടുവിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. പക്ഷേ പല ഉത്തരങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതല്ല. എങ്കിലും ആ കുടുംബത്തിന് ആ വലിയ ചോദ്യം വേണം, ആ ഉത്തരം വേണമായിരുന്നു. ആ ഉത്തരമാണ് 71 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ കിട്ടുന്നത്. അർജുൻ കല്യാട് അവിടെ വരുന്ന നിമിഷം വലിയ തിരച്ചിലുണ്ടാവുന്നു, വലിയ രീതിയിലുള്ള പോലീസിൻ്റെ ഇടപെടലുണ്ടാവുന്നു. ഇതെല്ലാം അർജുൻ കല്യാടും സാക്ഷ്യം വഹിച്ചതാണ്. ഈ ഉത്തരം കിട്ടുമ്പോൾ അർജുൻ കല്യാട് എന്തു തോന്നുന്നു? അരുണെ, അല്പസമയം മുമ്പ് നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ള അമ്മയുടെ വാക്കുകൾ എത്രമാത്രം നമ്മളെല്ലാം ഇപ്പോൾ പോലും അത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സങ്ങനെ തന്നെ ഇല്ലാണ്ടായി പോവാണ്. ആദ്യം ഈ ശിശൂരിൽ ദൗത്യത്തിൻ്റെ ഭാഗമായി അവിടെ പോകുന്ന ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ നമുക്കതിന് മുമ്പ് TV-യിലും മൊബൈലിലും ഒക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കണ്ടപ്പോൾ അത് എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് മനസ്സിലായി. പിന്നീട് അങ്ങോട്ട് അർജുനെ ആദ്യഘട്ടങ്ങളിലെല്ലാം തന്നെ അർജുനെ ജീവനോടുകൂടി തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ആ പ്രതീക്ഷകളെല്ലാം ഓരോ ഘട്ടങ്ങളിലേക്ക് നീണ്ടുപോയി. അതിനിടയിലാണ് വയനാടുള്ള ദുരന്തമുണ്ടാകുന്നത്. പിന്നീട് 2ാം ഘട്ടത്തിൽ വയനാട് ദുരന്തത്തിന് ശേഷം വീണ്ടും അവിടെ തിരച്ചിലുണ്ടാകുന്നു. ആ ദൗത്യത്തിൻ്റെ ഭാഗമായും അവിടെ പോകുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കുടുംബത്തിലെ എൻ്റെ ഒരു ഏട്ടനെ പോലെ നമ്മുടെ സുജിയ പാർവതി ഒരു ലൈവിനിടയിൽ പറഞ്ഞു, എൻ്റെ പേര് അർജുൻ കല്യാട് എന്ന് വിളിച്ചപ്പോൾ അർജുനെ കിട്ടുമോ എന്ന് ചോദ്യം. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞത് എൻ്റെ പേരാണ്, എൻ്റെ ഒരു സഹോദരനെ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെയാണ് തോന്നുന്നത് എന്ന് ആ ലൈവിനിടയിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അമ്മ ഓരോ ദിവസം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ലൈവ് റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും അമ്മ ചോദിക്കുന്നതും എൻ്റെ അമ്മ പോലും ചോദിക്കുന്നത് ഓരോ ദിവസവും ചോദിക്കുന്നത് എന്തായി, അർജുൻ്റെ ദൗത്യം എന്തായി, അർജുനെ കിട്ടുമോ, ട്രക്ക് കണ്ടെത്തിയോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഓരോ വീട്ടിലെയും അമ്മമാർ നമ്മുടെ അർജുന് വേണ്ടി തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ചോദ്യത്തിന് ഈ അർജുൻ്റെ അമ്മ ചോദിച്ച ഈ ലൈവിന് ഇപ്പോൾ തൊട്ട് മുന്നേ പ്ലേ ചെയ്തിട്ടുള്ള ചോദ്യം പോലെ തന്നെ ആ സമയം അത്രയും 71 ദിവസവും കേരളത്തിലെ ഓരോ വീട്ടിലെ അമ്മമാർ ചോദിച്ചുകൊണ്ടിരുന്നത്.